വാർത്തകൾ വിശദമായി പരിശോധിക്കാം. UDF പ്രവേശനം ലക്ഷ്യമിട്ട് PV അൻവർ ഉയർത്തിയ കലാപം ഫലപ്രാപ്തിയിലേക്ക്. തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാമെന്ന് അൻവറിനോട് മുസ്ലിം ലീഗ് സമ്മതിച്ചു. ഘടകകക്ഷിയാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടാകും. ഉറപ്പ് കിട്ടിയാൽ കലാപം നിർത്താമെന്ന് അൻവർ അറിയിച്ചു. എന്നാൽ അൻവറിന്റെ നിലപാട് നോക്കി UDF തീരുമാനമെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മുന്നണിയോട് സഹകരിക്കണമെന്ന് ആദ്യം പറയേണ്ടത് അൻവറാണെന്നും സതീശൻ പറഞ്ഞു. അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും. ഇതിനിടെ നിലപാട് മയപ്പെടുത്തി PV അൻവറും രംഗത്തെത്തി. ആര്യാടൻ ഷൗക്കത്തിനെ വിമർശിച്ചത് ഇപ്പോൾ UDFന്റെ ഭാഗമല്ലാത്തതിനാലാണ്. UDFിൽ എത്തിയാൽ അഭിപ്രായത്തിന് മാറ്റം വന്നേക്കാമെന്ന് അൻവറിന്റെ മലക്കം മറിച്ചിൽ. അല്ല, UDFന്റെ ഭാഗമാകുമ്പോൾ UDFന്റെ അഭിപ്രായം ആകണമല്ലോ. എനിക്കായിട്ടൊരു അഭിപ്രായം പറ്റില്ലല്ലോ. മിനിഞ്ഞാന്ന് വരെ, ഈ നിമിഷം വരെ ഞാൻ UDFന്റെ പാർട്ടായിട്ടില്ല. PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനറോട് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ്. നിലമ്പൂരിൽ UDF നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എപ്പോഴും ഐ ആം ഓൾവേസ് ഹോപ്പ്ഫുൾ. കലാപം ഒത്തുതീർപ്പിലേക്ക് എന്ന വാർത്ത ന്യൂസ് മലയാളമാണ് പുറത്തുവിട്ടത്. ഈ വാർത്ത ശരിവയ്ക്കും വിധമാണ് പിന്നീടുണ്ടായ രാഷ്ട്രീയ നീക്കങ്ങൾ. ഈ വാർത്ത ബ്രേക്ക് ചെയ്ത പ്രസാദ് ഉടുമ്പശ്ശേരി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ്, ഏറ്റവും ഒടുവിലായി ഐ എം ഹോപ്പ്ഫുൾ എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തൊക്കെ രാഷ്ട്രീയ നീക്കങ്ങളായിരിക്കും ഏറനാടിന്റെ മണ്ണിൽ ഉണ്ടാകുക? അഖില, ഇനി 2 ദിവസത്തിനകം തന്നെ PV അൻവറിനെ UDFന്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അതിനു മുൻപായി അൻവർ UDFന് പിന്തുണ നൽകിക്കൊണ്ടുള്ള പ്രസ്താവന നടത്തേണ്ടതുണ്ട്. ഈ പ്രസ്താവന വരുന്നതോടുകൂടി തന്നെ അൻവറിനെ UDFിലേക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ UDFന് എടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് വരിക. ഇന്ന് ഉണ്ടായത്, അതായത് ഇന്നലെ അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള പ്രതികരണമാണ് ഈ പ്രഖ്യാപനത്തിന്റെ ഒരു അനിശ്ചിതത്വത്തിന് കാരണമായി മാറിയത്. സാധാരണ UDFന്റെ ഭാഗമാകാൻ പോകുന്ന ഒരാൾ UDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ നടത്താൻ പാടില്ലാത്തൊരു പ്രതികരണമായിരുന്നു PV അൻവർ നടത്തിയത്. ഇതൊരു സ്ഥിതിഗതികൾ വഷളാകുന്ന സ്ഥിതിയിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതും കുഞ്ഞാലിക്കുട്ടി തന്നെ അൻവറുമായി സംസാരിക്കുകയും ചെയ്തത്. അൻവർ ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം UDFന്റെ ഭാഗമാകുക, രണ്ടാമത് ഉറച്ച സീറ്റ്, ജയസാധ്യതയുള്ള ഒരു സീറ്റ് തനിക്ക് ലഭിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുക്കാൻ മുസ്ലിം ലീഗ് ധാരണയായി. മുസ്ലിം ലീഗ് തത്വത്തിൽ സമ്മതിച്ചു. അതോടുകൂടി തന്നെ അൻവർ അയഞ്ഞ നിലപാടിലേക്ക് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഉണ്ടായത് UDFന്റെ ഘടകകക്ഷിയാക്കുക എന്നുള്ള പ്രഖ്യാപനമാണ്. അതിൽ നേരത്തെ തന്നെ അൻവറിനെ അസോസിയേറ്റഡ് ഘടകകക്ഷിയാക്കാം എന്നുള്ള ധാരണയായിരുന്നു. അതിന്റെ പ്രഖ്യാപനമോ അല്ലെങ്കിൽ നടപടികളോ ഒന്നും തന്നെ പൂർത്തിയായിരുന്നില്ല. അത് വൈകിക്കുന്നതായിരുന്നു അൻവറിനെ സംബന്ധിച്ചിടത്തോളം അതൃപ്തിക്ക് കാരണമായി മാറിയത്. ഈ പ്രശ്നം, ഇക്കാര്യങ്ങൾ ഉടൻ തന്നെ ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. പിന്നീട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ, സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് ആയിട്ടുള്ള PV പ്രവീൺ കുമാർ, അതോടൊപ്പം തന്നെ ഘടകകക്ഷിയായിട്ടുള്ള CMPയുടെ നേതാവ് വിജയകൃഷ്ണൻ എന്നിവർ ഉച്ചയോടുകൂടി തന്നെ അൻവറിന്റെ വീട്ടിൽ പോയി കാണുകയും ഈ സന്ദേശം കൈമാറുകയും ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പം എന്ന് പറയുന്നത് ആരാണ്, അതായത് ആദ്യം UDFന് അൻവർ പിന്തുണ പ്രഖ്യാപിക്കണം, അതിനുശേഷം മറ്റു നടപടികളിലേക്ക് കടക്കാമെന്നതായിരുന്നു. അൻവർ പറയുന്നത് തന്നെ ഘടകകക്ഷിയായി പ്രഖ്യാപിക്കട്ടെ, അപ്പോൾ താൻ UDFന്റെ നിലപാട് പറയാമെന്നതായിരുന്നു. ഇതാണ് വൈകുന്നേരം VD സതീശൻ പറഞ്ഞ പ്രതികരണത്തിൽ വന്ന ഒരു ആശയക്കുഴപ്പം ഉണ്ടായത്. അതായത് VD സതീശൻ പറഞ്ഞത് അൻവർ അത് നിലപാട് പറയട്ടെ, പിന്നെ അൻവർ UDFന് പിന്തുണ പ്രഖ്യാപിച്ചാൽ ബാക്കിയെല്ലാം വളരെ വേഗത്തിൽ നടക്കുമെന്നതായിരുന്നു. എന്നാൽ ആ ഒരു ആശയക്കുഴപ്പം മാത്രമാണ് പിന്നീട് ഉണ്ടായത്. പക്ഷെ അതും പരിഹരിക്കുന്ന നിലയിലേക്ക് വന്നു. അവിടെ PV അൻവർ പിന്നീട് ലീഗ് നേതാക്കളെ കാണുകയും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് കൂടിയാലോചനകൾ നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അതൃപ്തി ഉണ്ടായിട്ടുള്ളത് അതിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം PV അൻവർ നടത്തിയ ഒരു പ്രതികരണമാണ്. അതുകൊണ്ടുകൂടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു അല്പം കടുത്ത നിലപാടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും മുസ്ലിം ലീഗിന്റെ ഇടപെടലിനെ തുടർന്ന് ആ പ്രശ്നം പരിഹാരത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഉള്ളത്. 2 ദിവസത്തിനകം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് UDF കടക്കും. ശരിയാണ്, ആശയക്കുഴപ്പങ്ങളെല്ലാം നീങ്ങി പ്രശ്ന പരിഹാരത്തിലേക്ക് UDF കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. UDF പ്രവേശനം ലക്ഷ്യമിട്ട് PV അൻവർ ഉയർത്തിയ കലാപം ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്ന സൂചനകളാണ് ഇപ്പോഴും ലഭിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ വിവരങ്ങൾ നൽകിയതും പ്രസാദ് ഉടുമ്പശ്ശേരി.